സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളുടെ 64 വർഷത്തെ നാൾവഴികൾ പറയുന്ന ചരിത്രമരം 24 അടി ഉയരവും 10 അടി വീതിയുമുള്ള കൂറ്റൻ ഫ്രെയിമിൽ ഒരുക്കിയ ഈ മരം ഇന്ന് തൃശൂരിൽ ഒരു ശ്രദ്ധാകേന്ദ്രമാണ്. കലോത്സവ നഗരിയിൽ നിന്ന് ഹരിഷ്മ വടക്കിനകത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 1957 മുതൽ 2025 വരെയുള്ള കലോത്സവത്തിന്റെ ചരിത്രം മുഴുവൻ പറയുന്ന ഒരു മരം. അതാണ് നമുക്ക് പുറകിലുള്ള ഈ ചരിത്രമരം. ഇത് സ്വർണ്ണക്കപ്പ് പര്യടന സമയത്ത് ചേലക്കര മണ്ഡലം ഒരുക്കിയ ഈ ചരിത്രമരം ഈ കലോത്സവ വേദിയിൽ ഒരു ആകർഷണമായിരുന്നു. ഇതിന്റെ പുറകിലെ ആശയവും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങളുടെ കൂടെ അതിന്റെ സംഘാടകരുണ്ട്. ചെറുതുരുത്തി പള്ളം സ്വദേശിയായ സുമേഷാണ് ഇതിന്റെ ആർട്ടിസ്റ്റ്, അവരും സംഘമാണ്. അപ്പോൾ നമുക്കിതിന്റെ ആശയത്തെക്കുറിച്ച് ചോദിക്കാം. നമ്മുടെ കൂടെ ഇപ്പോൾ DDയും ബാലകൃഷ്ണൻ സാറുണ്ട്. സാറിൻ്റെ അടുത്ത് ചോദിക്കാം. നമസ്കാരം. എന്തായാലും 64ാമത് സ്കൂൾ കലോത്സവം തൃശ്ശൂരിൻ്റെ മണ്ണിലൊരു വിസ്മയം തീർത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ, അതായത് കലോത്സവം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ ജില്ലകളിലും അതിൻ്റെ സ്വർണ്ണ കപ്പ് ഘോഷയാത്ര പര്യടനം ആരംഭിച്ചു. തുടർന്ന് തൃശ്ശൂർ ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പര്യടനം ആരംഭിച്ചു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പര്യടനം എന്ന് പറയുന്നത് ചേലക്കരയിലായിരുന്നു. സംസ്ഥാന കലോത്സവ ഘോഷയാത്ര തൃശ്ശൂരിൽ നടക്കുന്നതിന് തുല്യമായ രീതിയിലാണ് ചേലക്കരയിൽ അത് ആഘോഷിച്ചത് എന്നുള്ളത് അവിടുത്തെ MLA ആയിട്ടുള്ള പ്രദീപ് സാർ പറയുകയുണ്ടായി. ഒപ്പം തന്നെ ഈ മരം നമുക്ക് നോക്കിയാൽ അറിയാം, 10 ജില്ലകളാണ് ഇതുവരെ സ്വർണ്ണക്കപ്പ് നേടിയിട്ടുള്ളൂ. അതിൽ കോഴിക്കോടും അതിനോടൊപ്പം തന്നെ പാലക്കാടും തൃശ്ശൂരും ഒക്കെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ കലോത്സവം നടക്കുന്നത് തൃശ്ശൂരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഇത് 10ാം തവണയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മാഭിമാനത്തിന്റെ ഒരു സന്തോഷം കൂടിയാണ്. സ്വർണ്ണക്കപ്പിന് വളരെ ഗംഭീരമായിട്ടുള്ളൊരു സ്വീകരണം ചേലക്കര മണ്ഡലത്തിൽ ഒരുക്കണമെന്ന് സംഘാടക സമിതി തീരുമാനിച്ചിരുന്നു. അപ്പോൾ അത് എങ്ങനെ വ്യത്യസ്തമാക്കാം എന്ന് സംഘാടക സമിതി തീരുമാനിക്കുകയും അങ്ങനെയാണ് ഈ ഒരു മരത്തിന്റെ ആശയം നമുക്കന്ന് അവിടെ വന്നത്. അതിന്റെ പിന്നിൽ ദേശമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശിവപ്രസാദ് മാഷാണ്. ഇത് വളരെ ഷോർട്ട് ടൈമിൽ പെട്ടെന്നുള്ളൊരു ഇങ്ങനെ ശിവപ്രസാദ് മാഷ് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു വർക്ക് ചെയ്യണമെന്ന്. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു വർക്കായിട്ടാണ് തോന്നിയത് ഇങ്ങനെ ഒരു. അപ്പോൾ എത്ര വലിയ ഒരു മരമായിരിക്കണം എന്നൊന്നും ഞങ്ങൾ ആ ഡിസ്കഷനിൽ വന്നിരുന്നില്ല. കേരള ആർട്ട് ഫോമുകളായ ഇപ്പോൾ തോൽപ്പാവക്കൂത്ത്, മ്യൂറൽ പെയിന്റിങ്, അത്തരത്തിലുള്ള വിഷ്വൽ ആർട്ട് ഫോമിൻ്റെ പല ആസ്പെക്ട്സുകളും ഇതിലുണ്ടാവണം. അങ്ങനെയൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വർക്ക് ചെയ്യുമ്പോൾ ഉദ്ദേശിച്ചിരുന്നു. ഘോഷയാത്രയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് മാറി എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ വേറിട്ട വ്യത്യസ്തമായ എന്തെല്ലാം പരിപാടികൾ ചെയ്യാനാകും എന്ന ആലോചനയിൽ നിന്നാണ് നമുക്ക് ഒരു കലോത്സവ ജേതാക്കളുടെ ചരിത്രം പറയുന്ന ഒരു വൃക്ഷത്തെ സൃഷ്ടിച്ചാലോ എന്ന് ആലോചിക്കുന്നത്. 64ാമത് കേരള സ്കൂൾ കലോത്സവ നഗരിയിൽ ഗവൺമെന്റ് മോഡൽ ഗേൾസ് GHSSൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഒരു ശ്രദ്ധ ആകർഷിച്ച് ഇങ്ങനെ പൂത്ത് പന്തലിച്ച് നിൽക്കുകയാണ് ഈ ചരിത്രമരം. ക്യാമറമാൻ മനുവിനൊപ്പം ഹരിഷ്മ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.